എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ, അതോടൊപ്പം തന്നെ ഓണാശംസകൾ. പുരാതന കാലം മുതലേക്ക് തന്നെ കേരളത്തിൽ ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നു. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് മുതൽ ഓണം ആഘോഷം നമുക്ക് കാണാവുന്നതാണ്. ഏതൊരു മലയാളിയെയും പ്രത്യേകിച്ചും ഓണം എന്ന് പറയുമ്പോൾ ഒരു വിഹാരങ്ങൾക്കും തുളങ്ങുന്ന ഓർമ്മയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പഴയ കാലങ്ങളിലെ ഓർമ്മകളിലേക്കാണ് എന്നെ അത് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. പഴയ കാലത്തെ ഓണവും ഇന്നത്തെ കാലത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഓണവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. പഴയ കാലത്ത് ഓണത്തിന് പൂക്കളമിടുക എന്നുള്ള വിടാമണിയായിരുന്നു പ്രധാനമായിട്ടുള്ളത്. പൂക്കളം, പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക, ഓണ സദ്യ, ഇതൊക്കെ തന്നെ പ്രധാനമായിട്ടുള്ളത്. ഈ ഓണത്തിന് പൂക്കളമൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂക്കളെല്ലാം ആ സമയത്ത് ഭൂമി ദേവി തന്നെ പുഷ്ടിയായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമാസം പുലരി വരുമ്പോഴേക്കും ഭൂമി ആകെ പുഷ്പിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. ഭൂമിയിൽ മുഴുവനും ഈ മഴക്കാലത്തുണ്ടാകുന്ന പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയും ആ പുഷ്പങ്ങൾ തൊടിയിൽ നിന്നും പറമ്പിൽ നിന്നും വേലിയിൽ നിന്നും പറിച്ചെടുത്ത് ഒരു വീട് മുറ്റത്തിടാൻ കൊണ്ട് സാധിക്കും. പക്ഷെ ഇന്ന് നമ്മളുടെ നാടുകളിൽ മുഴുവൻ പഴയ കാലത്തെ പുഷ്പങ്ങൾ കാണാൻ തന്നെയില്ല. തുമ്പയോ അതുപോലെ തന്നെ വളരെ ചെറിയ ചെറിയ കക്കപ്പൂ എന്നൊക്കെ പറയുന്ന ശംഖുപുഷ്പം എന്ന് പറയുന്ന പുഷ്പങ്ങളൊന്നും ഇന്നിപ്പോൾ കാണാൻ തന്നെ വളരെ വിരളമായിരിക്കുന്നു. അതിന് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മഹാബലി നാടുവാണിരുന്ന കാലത്തുണ്ടായിരുന്ന ചില പ്രത്യേകതകളാണ്. മാവേലി നാടുവാണിരുന്ന കാലത്ത് നിങ്ങൾ എവിടെ കേട്ടാണ് മാവേലി നാടുവാണിരുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങ ആർക്കും ഇല്ലാതാണ്. എന്തിനു പറയുന്നു, എവോളമില്ല ഒളിവചനം കൂടി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ഷേമരാഷ്ട്രം, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിരുന്നു മാവേലി വ്യക്തിയിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഓണത്തിന് പ്രത്യേകത കൂടുന്നത്. ഈ ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടായത് തന്നെ വലിയ ലോകരാഷ്ട്രങ്ങളിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. ഇന്നും ക്ഷേമരാഷ്ട്രങ്ങൾ, എല്ലാതും രാഷ്ട്രങ്ങളും ക്ഷേമരാഷ്ട്രങ്ങളായെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ രാഷ്ട്രങ്ങളുടെ ഉൽപ്പത്തിക്ക് മുൻപ് തന്നെ കേരളം എന്ന് പറയുന്ന കൊച്ചു രാജ്യത്ത് ഒരു ക്ഷേമരാഷ്ട്രം ഉണ്ടായിരുന്നെന്നും ആ ക്ഷേമരാഷ്ട്രത്തിൻ്റെ തലവനായി പ്രവർത്തിച്ചിരുന്നത് മാവേലിയാണ്. അല്ലെങ്കിൽ മാവേലി ഭരിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് സർവരും തുല്യരായിരുന്നത്. സമത്വം, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ വഴി നമ്മൾ തപ്പി നോക്കുമ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിനും അതിന് മുമ്പുണ്ടായിട്ടുള്ള ഇംഗ്ലണ്ടിലെ ഗ്ലോറിയസ് റെവല്യൂഷൻ പറയും 1658 ഫ്രഞ്ച് വിപ്ലവം, ഇതൊക്കെ നടന്നതിന് ശേഷം മാത്രമാണ് സ്വാതന്ത്ര്യവും സമത്വവും ലോകത്തെമ്പാടും ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് സ്വാതന്ത്ര്യം പല എഴുത്തുകാരുടെ കൂടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന ലിബറൽ ഫിലോസഫേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, റൂസോ എന്നീ പറയുന്ന അതിപ്രഗത്ഭന്മാരായിട്ടുള്ള വ്യക്തികളുടെ ചിന്താധാരയിൽ നിന്ന് ഉണർന്നു വന്നതിന് ശേഷം മാത്രമാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് വന്ന എഴുത്തുകാരായിട്ടുള്ള ജെയിംസ് മിൽ, ജോൺ സ്റ്റുവർട്ട് മിൽ, ജെർമി ബന്താം, മൊണ്ടസ്ക്യൂ എന്ന് പറയുന്ന ചിന്തകന്മാരാണ് വാസ്തവത്തിൽ ഈ സമൂഹത്തിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യം എത്രത്തോളം കൊടുക്കാമെന്നും സമത്വം നേടണമെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തെ എത്രത്തോളം ലിമിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന് റഷ്യൻ വിപ്ലവത്തിന് ശേഷം മാത്രമാണ് ലോകരാഷ്ട്രങ്ങളിൽ ക്ഷേമരാഷ്ട്രം ഉണ്ടായത്. പക്ഷേ ഇതിനൊക്കെ പഴയ കാലത്ത് തന്നെ കേരളത്തിൽ മഹാബലി വാണിരുന്ന കാലത്ത് എല്ലാവരും തുല്യരായിരുന്നു. ജാതിയില്ല, മതമില്ല, വർഗവ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ ജീവിച്ചിരുന്നു. അത് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വികാരം പോലെ ആ സമൂഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുള്ളത് കൊണ്ട് മാത്രമാണ് മലയാളികൾ എവിടെ ചെന്നാലും ഓണം ആഘോഷിക്കുന്നത്. അത് നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി മാറി. അന്ന് മുതലേ തന്നെ മലയാളികൾക്ക് ഓണം എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, പ്രത്യേക
സ്വഭാവം ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഈ തിരക്കിനിടയിലും ഇവിടെ വന്നു ഓണത്തിന് ആഘോഷിക്കാനായി തയ്യാറെടുക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഓണ സന്ദേശം. അതായത് മഹാവീരിയുടെ നാള് കാണിക്കുന്ന കാലത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വദേശത്തായാലും വിദേശത്തായാലും ആവണിയെത്തുമ്പോൾ ആടിത്തിമിർത്ത് അവൾ പാടും ആടും.
സമൃദ്ധിയുടെ ഉത്സവമാണ് തിരുവോണം. ഒരുമയുടെ ആ ആഘോഷത്തിൽ നാം ഒന്നായി ഐശ്വര്യത്തിൻ്റെ മഹാബലിയെ എതിരേൽക്കാം. പൂത്തുമ്പികളെ പോലെ നൃത്തം വയ്ക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ. കൊറിയോഗ്രാഫ് ബൈ രശ്മി സുനിൽ.